ഹായ്, ഞാൻ അഹാസ്. നമ്മള് ട്രിവാൻഡ്രത്ത് നിന്നാണ് കേട്ടോ. എന്റെ സ്ഥലം ട്രിവാൻഡ്രാണ്. ട്രിവാൻഡ്രമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോകൾ ഇടുക ഇങ്ങനെയുള്ളൊരു പരിപാടി എൻ്റെ ഒരു ഐഡിയയിൽ ഉള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ ആള് എൻ്റെ വൈഫാണ്. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പം ഒരു 3 months ആയി. കഴിയുന്നത് ആദ്യമേ പ്രശ്നങ്ങളാണ്. അപ്പോൾ 3 months ആയി. അപ്പൊ ആളിന്റെ ഒരു ആഗ്രഹം ഇങ്ങനെ എല്ലാവരും കണ്ടന്റ് വീഡിയോ ഇടുന്നു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു, അങ്ങനെ കുറെ അവളുടെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ 90s കിഡ് ഓബ്വിയസ്ലി. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമുക്ക് കുറച്ച് ഇതുണ്ടാവും, എന്താ പറയാ, ഇതെല്ലാം ചെയ്യണോ, ചെയ്താൽ നന്നാവോ, അങ്ങനെ കുറെ ഇതുണ്ടാവില്ല. നമുക്ക് കളിയാക്കൽ കിട്ടും, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നല്ല കളിയാക്കൽ കിട്ടും, ഇങ്ങനെ കുറെ ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ആള് പറഞ്ഞേ അതൊന്നും നോക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള ഇങ്ങനെ ഇന്ന കാര്യമൊന്നുമില്ല. അതായത് ഇപ്പം ഫുഡ് വ്ളോഗിങ് ചെയ്യൂലേ, അതുപോലെ അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗിങ്, അങ്ങനത്തെ പരിപാടി, ട്രാവൽ ചെയ്യുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ മേഖലയിൽ അവർ കണ്ടന്റുകൾ ചെയ്യുന്നു, അവർ വൈറലാകുന്നു, അംഗീകാരങ്ങൾ കിട്ടുന്നു. ഓക്കെ, അതേ സെയിം പരിപാടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിലപ്പം നാളെ ആവാം, ആയില്ലാതാവാം, എന്തോ ഒന്നും അറിയില്ല. ജസ്റ്റ് നമ്മളിപ്പോ ചുമ്മാ നമ്മുടെ നമ്മുടെ മൂമെന്റ്സ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നു. പിന്നെ എന്താ പറയാ, നമ്മൾ ഒരു കാറ്റഗറിയിലല്ല ഫോക്കസ് ചെയ്യാൻ പോണത്. നമ്മൾ ഒരു മേ ബി ഇന്ന് ട്രാവൽ ആയിരിക്കും, നാളെ ഫുഡ് നമ്മൾ ഒന്നും അറിയില്ല. നമ്മൾ ചെയ്യണമെന്ന് തോന്നിയാൽ ആ കാര്യം മാത്രം ചെയ്യുക. ചിലപ്പോൾ നമ്മൾ സോഷ്യൽ എലിമെന്റും പറയും, അത് ഞാനായിരിക്കും ചിലപ്പോൾ പറയുക, ആള് പറയണമെന്നില്ല. കാരണം അവരെ പരിപാടിയിൽ സോഷ്യൽ എലിമെന്റ് അല്ലെങ്കിൽ സോഷ്യൽ കണ്ടന്റ് അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന പരിപാടിയിലായിരിക്കും. സോ അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ എന്നും വരാം, അങ്ങനെ ഇന്ന ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. അപ്പൊ അവ പറഞ്ഞത് നമ്മുടെ എന്തെങ്കിലും ഇങ്ങനെ ഡെയിലി ചിലപ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഫുഡ് കഴിച്ചാൽ ചിലപ്പോൾ ഒരിടത്ത് നിന്ന് കഴിച്ചത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആണ്, ഇങ്ങനെ ഒരു ഫസ്റ്റ് വീഡിയോയാണ് നമ്മുടെ. പക്ഷെ നമ്മുടെ ഇതിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, നഹാസിയ ഒഫീഷ്യൽ. അതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടില്ല. എന്റെയും ഇക്കടെ പേജസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഇൻട്രോ ആണ് ഉദ്ദേശിച്ചത്. നമ്മള് ജസ്റ്റ് നമ്മളെ ഇന്നൊരിക്കൽ സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ തൊട്ട് അങ്ങോട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ അവർക്ക് നമ്മൾ അറിയാവുന്നതുകൊണ്ട് അവർക്ക് ഒബ്വിയസ്ലി നമ്മളെ മനസ്സിലാവും. അത്രേ ഉള്ളൂ. മൊത്തത്തിലുള്ള എല്ലാ വ്യൂവേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ എന്താണോ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ എന്താണോ എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. എന്താണെന്ന് അറിയില്ല, എങ്ങനെ ചെയ്യണമെന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് നമുക്കുണ്ടാവുമല്ലോ, നിങ്ങൾ വ്യൂവേഴ്സിന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഐഡിയ, ഞാനിപ്പോ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, അവർക്ക് അവിടെ കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. ചിലപ്പോ മൂവി എനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്, അതുമായിട്ട് റിലേറ്റഡ്. അപ്പൊ ഞാൻ ചിലപ്പോൾ പറയും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഇങ്ങനെ ഒരു അഭിപ്രായം എല്ലാവർക്കും പറയാൻ പറ്റുന്ന പോലെ നിങ്ങൾക്കും ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും. ഇതിനെ ഒരു ട്രോള് നിങ്ങൾ ചിലപ്പോൾ വരും. കാരണം ആരുടെ പേര് എന്തോ ഒരാളുണ്ടല്ലോ, ഒരു വീഡിയോ സിനിമ സീക്രട്ട് ഏജന്റ്, ആള് കാറിനകത്തുനിന്ന് പുറത്തിറങ്ങാറില്ല, അങ്ങനെ കുറെ ട്രോളാണ്. ഇത് ചുമ്മാ ഫസ്റ്റ് ചെയ്തതായതുകൊണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാം. നമുക്ക് തന്നെ ഒരു ചമ്മൽ എന്നൊക്കെ പറയില്ല. എനിക്ക് കേട്ടോ ആളുണ്ടോ നിങ്ങൾക്ക് അറിയില്ല, എനിക്കൊരു ചമ്മൽ. അപ്പൊ ഇതുള്ളതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഒളിച്ചിരുന്ന് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇതൊക്കെയുള്ള നമുക്കൊരു കിട്ടുന്ന പയ്യെ നമുക്കൊരു പോസിറ്റീവായൊരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പ്ലീസ് സജസ്റ്റ് ചെയ്യാം. വി ആർ ഓപ്പൺ ടു സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ കാണുന്നവർ പല രീതിയിലായിരിക്കും. നമ്മുടെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും പോസിറ്റീവായി പറഞ്ഞൊന്നും ഒരു നിർബന്ധമില്ല. അപ്പൊ അവര് ചിലർക്ക് ഇഷ്ടപ്പെടാത്തതിന് ചിലപ്പോൾ ട്രോളും, നമ്മൾ പറയുന്ന തെറ്റുകൾക്ക് ട്രോളും, അതൊക്കെ കിട്ടും. അതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ഓക്കെ ഗൈസ്, ശരി. ഈ ഗൈസ് ഞാൻ ഈ സാധനം പറയരുത് എന്ന് വിചാരിച്ചു, കാരണം പലരുടെയും കോപ്പി
guys. പലരും കോപ്പി ആയിപ്പോ ചിലപ്പോ അതിനെയും ചിലപ്പോ നിങ്ങൾ ട്രോളിയേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പരമാവധി അത് ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അറിയാണ്ട് വന്നു. ഓക്കെ, എന്തായാലും ഇനി തൊട്ട് നമ്മള് എപ്പോഴെങ്കിലും അങ്ങനെ ഇന്ന ടൈമിൽ ചെയ്യുമെന്നൊന്നുമില്ല. ചിലപ്പോൾ അതെല്ലാം ഭാവിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ അതിനൊരു നമ്മൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യും. പിന്നെ ഫുഡ് കഴിക്കുന്ന എവിടെയെങ്കിലും ആണെങ്കിലും നമുക്കത് ഇഷ്ടപ്പെടുവാണെങ്കിലും അതും ഉണ്ടാവും. സോ ഇന്ന സമയത്ത് തന്നെ ഹിന്ദിയിൽ ചിലപ്പോ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഫൈൻ. ഓക്കെ, ശരി. അപ്പോ ബൈ. ബൈ.